യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ ആദ്യത്തെ പുനരുദ്ധനായ സ്നാനത്തിൽ അവനോടുകൂടെ ചേർക്കപ്പെടുകയും അവന്റെ വരുവനായി കാത്തിരിക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, രണ്ടാം മരണം അവന്റെ മേൽ ഒരു അധികാരവും ഇല്ല. മരണത്തെയും പാതാളത്തെയും ഇവ രണ്ടിനെയും യേശു എന്നേക്കുമായി നിർവീര്യമാക്കി, അബോളിഷ് ചെയ്തു. അവരെ സെക്കൻഡ് ഡെത്ത് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ടുള്ള ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്നേക്കുമായി മാറിക്കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, പുതിയ സൃഷ്ടിയെ സംബന്ധിച്ചോളം താൻ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം അകത്തെ മനുഷ്യൻ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിൽ വസിക്കുക, പൊതിയപ്പെട്ടിരിക്കുക. ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് എന്നേക്കുമുള്ള ജീവൻ. അപ്പം അബോളിഷ് ചെയ്തു ഡെത്ത്. അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ പൂട്ടി. അതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലേക്ക്. ഇനി നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ട. ഇനി മരണത്തെ അല്ല കാണാൻ പോകുന്നത്. സ്നാനപ്പെട്ട് യേശുവിനോട് ഏകീഭവിച്ച വ്യക്തി മരണത്തെ കാണത്തില്ല. അക്ഷയതയ ഇമ്മോർട്ടാലിറ്റി വെളിപ്പെട്ട് കഴിഞ്ഞു.